ബുദ്ധിശക്തി. ഉണ്ണിയുടെ അമ്മ ബെന്യാമിൻ്റെ ആടുജീവിതത്തിൽ മുഴുകിയിരിക്കുകയായിരുന്നു. രക്ഷപ്പെടലിൻ്റെ അവസാനത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉണ്ണിയുടെ അമ്മുമ്മ കൊലയെന്നോ മതിലെന്നോ എന്തൊക്കെയോ പുലമ്പി. അമ്മുമ്മ പറഞ്ഞിട്ട് അകത്തേക്ക് പോയി. പുസ്തകം അടച്ചു വെച്ച് അടുക്കളയിലേക്ക് പോയി കാര്യം തിരക്കി. നമ്മുടെ വാഴക്കുല അപ്പുറത്തേക്ക് വീണു കിടക്കുകയാണ്. തിരികെ വന്ന് വായന ആരംഭിച്ചെങ്കിലും വേഗത്തിൽ പുസ്തകം അടച്ചു വെച്ചു. ഉണ്ണീ, അമ്മ നീട്ടി വിളിച്ചു. അവൻ സൈക്കിൾ വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. സൈക്കിൾ വീലിൻ്റെ ഇടയിലൂടെ സിനിമാ സ്റ്റൈലിലൊന്ന് നോക്കി. എന്താ? മതിൽ ചാടി കുല എടുക്കാമോ? കേട്ടപ്പോഴേ ആ എന്ന മറുപടിയും കിട്ടി. എന്നാ വാ, ലെറ്റ്സ് ഓപ്പറേറ്റ്. സാഹചര്യങ്ങൾ ഒന്ന് വീക്ഷിച്ച ശേഷം എങ്ങനെ ഇവൻ അപ്പുറത്തു നിന്നും തിരിച്ചു കയറും? അപ്പുറത്തെ ഭാഗം കുറച്ച് താഴ്ചയിലാണ്. ആൾപ്പാർപ്പില്ലാത്ത വീടും കൂടിയാണ്. ഇഴജന്തുക്കൾ ഉണ്ടോ എന്നൊക്കെ ഭയവും. പണ്ടാണെങ്കിൽ ഓലമടൽ ചാരി വെച്ച് ചവിട്ടിയൊക്കെ കയറും. ഇന്നത്തെ കുട്ടികൾക്ക് അതൊന്നും അത്ര വശമില്ല. അപ്പോൾ അടുക്കളയിൽ നിന്ന് ഒരു സ്വരമുയർന്നു. ചെറിയ അലുമിനിയം ഏണിയുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല. ഉണ്ണിയും അമ്മയും മുറിയിൽ പോയി ഏണിയുമായി പുറത്തേക്ക് വന്നു. അലുമിനിയം ആയതുകൊണ്ട് തന്നെയും അതിന് ഇരുവശങ്ങളുണ്ട്. ഉണ്ണിയുടെ അമ്മ ഒരു പരീക്ഷണം നടത്തി. ഏണിയുടെ ഒരു പുറം ഇപ്പുറത്തും ഒരു പുറം അപ്പുറത്തെ വശത്തും വെച്ചു. ഉണ്ണിയോട് ചവിട്ടിക്കയറി അപ്പുറത്തിറങ്ങി തിരിച്ച് മറ്റേ പുറം വഴി ചവിട്ടിക്കയറി വരാനുള്ള ശ്രമം നടത്തി. ശ്രമം വിജയകരമെന്നല്ലാതെ എന്തു പറയാൻ. ഉണ്ണിയുടെ അമ്മ കുറച്ചൊന്ന് ഗാംഭീര്യത്തിൽ ഇത്രയുള്ളൂ, സിമ്പിൾ. പക്ഷേ അപ്പുറത്തിറങ്ങിയ ഉണ്ണിയുടെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരുന്നെന്ന് അപ്പുറത്തു നിന്നും ഞെരിപിരി ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. മതിലിൽ നിന്ന് എത്തി നോക്കിയപ്പോഴുണ്ട് ഉണ്ണി അതാ കുലയുമായി മൽപ്പിടുത്തം നടത്തുകയാണ്. അമ്മ, ഇത് പൊങ്ങുമെന്ന് തോന്നുന്നില്ല എന്ന് അടഞ്ഞ ശബ്ദത്തിൽ ഉണ്ണി. ഇത് കേട്ട് ഉണ്ണിയുടെ അമ്മ കാര്യമായി ആവേശം നൽകി. നീ ശകലം പൊക്കിയാൽ മതി, ബാക്കി അമ്മ ഉയർത്താമെന്ന് പറയുകയും കാര്യത്തോടടുത്തപ്പോഴല്ലേ. എന്നാലും വിട്ടുകളഞ്ഞില്ല. എല്ലാ ശക്തിയും എടുത്തു പൊക്കി. താഴേന്ന് ഉണ്ണി തള്ളി. അമ്മ പൊക്കി. ഇപ്പുറത്ത് അമ്മുമ്മ താങ്ങി. അവസാനം കുറച്ചൊക്കെ ഒടിഞ്ഞെങ്കിലും കുലയെ ഭദ്രമായി സ്വന്തം ഭവനത്തിലേക്ക് എത്തിച്ചു. കണ്ടപ്പോൾ ആള് ഇത്രയും ഭാരമേറിയതെന്ന് കരുതിയില്ല. ഇനി ഉണ്ണിയെ സ്വന്തം ഗൃഹത്തിൽ എത്തിക്കേണ്ടതിനുള്ള തയ്യാറെടുപ്പിലേക്ക് കടന്നു. ഉണ്ണിയും ഇപ്പുറത്തു വന്നു. രണ്ടുപേരുടെയും മനസ്സിൽ ഒരു വിജയാരവം തന്നെ ഉണ്ടായി. ആടുജീവിതത്തിലെ നജീബ് രക്ഷപ്പെട്ടെത്തിയ യാഥാർത്ഥ്യത്തിൻ്റെ നോവലിൽ നിന്നതുകൊണ്ടാണോ എന്നറിയില്ല, ഉണ്ണിയുടെ അമ്മയ്ക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി. അമ്മുമ്മയുടെ വക പ്രശംസയും. എന്തായാലും അമ്മയും മോനും കൊള്ളാം. അമ്മയുടെ ബുദ്ധിയും മോൻ്റെ ശക്തിയും. ഇത് കേട്ടതും ആഞ്ജനേയ ഭഗവാനെ ധ്യാനിച്ച് ഏണി തിരികെ കൊണ്ടുവച്ച് വായനയിലേക്ക് മടങ്ങി. Written by Reshma S. Edited, directed and produced by AR Productions.